അത് നേരത്തെ പരീക്ഷിച്ചതാണ്. 87-ലെ തെരഞ്ഞെടുപ്പിലൊക്കെ ശരീഅത്ത് വിവാദമൊക്കെ കൊണ്ടുവന്ന് പരീക്ഷിച്ച് വിജയിച്ച മാതൃകയാണ്. ആ മാതൃക വീണ്ടും എടുക്കുകയാണ്. 2016 അത് വിജയിച്ചിട്ടുണ്ട്, 2021 അത് വിജയിച്ചിട്ടുണ്ട്. ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്ന ഒരു പ്രയോഗം ഉണ്ടായിരുന്നു. ഹസൻ ആരാണ്? ഹസൻ അന്ന് UDFൻ്റെ കൺവീനറാണ്. ഒരു UDFൻ്റെ പ്രാതിനിധ്യം എന്ന് പറയുന്ന UDFൻ്റെ ഒരു തലവനെ പറയുമ്പോൾ അത് UDF കൺവീനറെയാണോ പറയുക, അതോ UDF ചെയർമാനുമായ പ്രതിപക്ഷ നേതാവിനെയാണോ പറയുക? വളരെ സാമാന്യമായ കാര്യമാണ്. അമീർ എന്ന് ഉദ്ദേശിക്കുന്നത് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറാണ്. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒരുപക്ഷെ ഏറ്റവും ചെറിയ സംഘടനയായിരിക്കും ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയെ കുഞ്ഞാലിക്കുട്ടിക്കും പിന്നെ UDFൻ്റെ ചെയർമാനൊക്കെ സമശീർഷനായി കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്ന ആ ഒരു പാറ്റേൺ, ആ ഒരു വാചകത്തിൽ തന്നെ ഉണ്ട്. എന്താണ് ദുരുദ്ദേശം, അതിൻ്റെ ദുഷ്ടലാക്ക എന്താണെന്നുണ്ട്. അതിന് മുമ്പ് പറഞ്ഞ കുഞ്ഞുമാണി കുഞ്ഞാലിക്കുട്ടി എന്നാണ്. ഇങ്ങനെ ഈ പ്രയോഗങ്ങൾ എവിടെ നിന്നാണ്, ഏത് മനസ്സിൽ നിന്ന്, ഏത് ചിന്തയിൽ നിന്ന്, ഏത് പദ്ധതിയിൽ നിന്നാണ് വരുന്നത് എന്നാണ് പ്രധാനം. ആ പദ്ധതിയാണ് വിജയിക്കുക. ആ പദ്ധതി 2 തെരഞ്ഞെടുപ്പിലും വിജയിച്ചു. ഇപ്പം തന്നെ നമ്മൾ ഈ ടെലിവിഷൻ ചാനലിൽ നമുക്ക് കാണാം, നാഷണൽ ലീഗ് INL ആണ്. INL വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കണം എന്ന് പറയുന്നുണ്ട്. ആരാണ് INL? പിന്നെ LDFൻ്റെ ഘടകകക്ഷിയാണ്. അദ്ദേഹത്തിന് മന്ത്രി ഉണ്ടായിരുന്നു 2 വർഷം മുമ്പ് വരെ. ഈ LDFൻ്റെ ഘടകകക്ഷിയായിരുന്നു. ഇതേ INL ആണ് മലപ്പുറത്ത് ഈ വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവന ഇറക്കിയപ്പോൾ പോലും അദ്ദേഹത്തിന് പോയി പിന്തുണ പ്രഖ്യാപിച്ച ഫോട്ടോവും പിന്നെ കുറിപ്പുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ലീഗിനെതിരെയാണ് പറഞ്ഞത് എന്ന് മൃദുവായി അതിനെ എന്താ പറയുക ന്യായീകരിച്ചു കൊടുത്തൊരു പാർട്ടിയാണ്. അവർക്ക് പോലും തോന്നുന്നു ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത് വിദ്വേഷ പ്രചരണമാണ്, അത് വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്, തെറ്റാണ് എന്ന് തോന്നുന്ന ഘടകകക്ഷിയുള്ള പാർട്ടിയാണ് LDF. ആ ഘടകകക്ഷിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത കാര്യമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹ ബുദ്ധിയുള്ള മനുഷ്യന്മാർ മുഴുവൻ വിശ്വസിക്കണം എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഗുണഭോക്താവ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർച്ചയായും BJP സംഘപരിവാറായിരിക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇപ്പം നമ്മളത് ബംഗാളിലും ത്രിപുരയിലും കണ്ടതാണ്. എന്തുകൊണ്ടാണ് CPM അത് പഠിക്കാത്തത്? ബംഗാളിൽ ഒരു ദിവസം ഒലിച്ചു പോയിട്ടുണ്ട് പാർട്ടി. അത് ആലങ്കാരികമായ പറയുന്നതല്ല, അക്ഷരാർത്ഥത്തിൽ പാർട്ടി ഒലിച്ചു പോയി. എങ്ങനെയാണ് പിന്നെ അവിടെ BJP 2ാം സ്ഥാനത്തെത്തിയത്? എങ്ങനെയാണ് നിയമസഭയിൽ ഒരു അംഗം പോലും ഇല്ലാതെ CPM മാറിയത്? എങ്ങനെയാണ് ത്രിപുരയിൽ ഒഴുകിപ്പോയത്? ഈ BJPയിലേക്ക് പോയ ആളുകൾ എവിടെ നിന്ന് പോയി? അവിടെ BJP ഉണ്ടായിരുന്നില്ല. കേരളം പോലെ നമ്മൾ പറഞ്ഞിരുന്നു, ഇടതുപക്ഷമുള്ള സംസ്ഥാനങ്ങളിൽ, ഇടതുപക്ഷമുള്ള പ്രദേശങ്ങളിൽ BJP വളരില്ല എന്നൊരു വ്യാഖ്യാനം നമ്മളിവിടെ കൊണ്ടുവന്നിരുന്നു. ഒരുപാട് കാലം അതിവിടെ നിലനിന്നിരുന്നു, ആളുകൾ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇടതുപക്ഷം ഇല്ലാതായ നിമിഷം BJP അവിടെ ഉണ്ടായി. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇടതുപക്ഷത്തെ പ്രതിരോധിച്ചുകൊണ്ടല്ല, ഇടതുപക്ഷം BJPയെ സ്വാംശീകരിച്ചുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. BJPയുടെ രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ ഇടതുപക്ഷം സ്വാംശീകരിക്കുമ്പോൾ അത് BJPയെ പ്രതിരോധിച്ച് നിർത്തുന്നത് പോലെ തുല്യമാണ്.